ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ മുത്തുമണിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊറിയർ വന്നിട്ടുണ്ട്. വലിയ വണ്ടിയിലാണ് നമ്മുടെ കൊറിയർ വന്നേക്കണത്. ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണെന്ന്. അപ്പോൾ നമ്മുടെ അതൊന്ന് അൺബോക്സ് ചെയ്യുന്നത് വലിയേട്ടനാണ് കേട്ടോ. ഇവിടെ എന്ത് സംഭവം കൊറിയർ വന്നാലും അൺബോക്സിങ് വലിയേട്ടനും കുഞ്ഞേട്ടനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മുത്തുമണിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ആ ഗിഫ്റ്റ്. വേറെ ഒന്നുമല്ല, വാക്കറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാക്കർ വാങ്ങണ്ട എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ആളുടെ കുറുമ്പും കുസൃതി ഇത്തിരി കൂടുന്നതുകൊണ്ട് തന്നെ മുട്ടയിൽ വളരെ സ്പീഡിൽ അടുക്കളയിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിടിച്ചെഴുന്നേറ്റ് നിന്നിട്ട് അവിടെ അവളുടെ കൈയെത്തുന്ന പൊക്കത്തിലാണ് എല്ലാ സാധനങ്ങളും ഉള്ളത്. എല്ലാം വലിച്ച് താഴേക്കിടും. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ അവൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുക്കളയുടെ ഭാഗത്തൊന്നും ചെയ്യാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, പിടിച്ച് നിർത്താനും പറ്റത്തില്ല. നമ്മൾ കട്ടിലേന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ ആദ്യം പോകുന്നത് അടുക്കളയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇനി വാക്കറയിൽ ഇരുത്തിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ വാക്കറാകുമ്പം അടുക്കളയിലോട്ടൊന്നും കയറി വരത്തില്ല, ഓരോ റൂമിലേക്കും കയറി വരില്ല. അപ്പോൾ അതങ്ങനെ അവിടെ തങ്ങി നിന്നോളും. അപ്പോൾ ആളവിടെ ആ വാതൊക്കെ നിന്നോളും. പക്ഷേ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും ഇടിച്ച് കഴിയുമ്പം ഇത് തട്ടിയിട്ട് പൊങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് വീഴും. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വാങ്ങണ കാര്യത്തെക്കുറിച്ച് വേണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. നമ്മുടെ വലിയേട്ടൻ സ്ഥിരമായിട്ടും ചെറുപ്പത്തിൽ ഇതേന്നിങ്ങനെ വീഴുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞേട്ടന് വാക്കർ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. എന്താകുമെന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്ത് വരാൻ വേണ്ടി കുറേ സമയമെടുത്തു. കണ്ടപ്പോൾ തന്നെ മുത്തുമണിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ വേണമെന്നും പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. അപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് അറിയത്തൊന്നും ഇല്ല. എങ്കിൽ പോലും ആ കണ്ടതിൻ്റെ ഭംഗി വെച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ അതിലൊരു പൂച്ചക്കുട്ടിയുടെ ഒരു ഡോളുണ്ടായിരുന്നു. അതവൾക്ക് നല്ല ഇഷ്ടമായിട്ടോ. അതിന് അവളുടെ വർത്താനം പറയുക, അതിന് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ ആദ്യം തന്നെ. അതവങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൾക്ക് വാക്കർ ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മളെപ്പോഴും തന്നെ കൂടെ ഇരിക്കണം, അല്ലെങ്കിൽ ഇടിച്ചിട്ട് അത് പൊങ്ങുകയാണ്. അപ്പോൾ ഞാനൊരു 4 ടയറുള്ള സംഭവം വാങ്ങിക്കാതെ 6 ടയറിലേക്കൊന്ന് മാറി നോക്കിയതാണ്. അതിങ്ങനെ പൊങ്ങി പോകില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവിടെയും പണിവാളി. അത് ഇടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് കുഞ്ഞ് ബലം പിടിച്ച് കഴിയുമ്പോൾ പൊങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് ആളില്ലാതെ ഒന്നും നമുക്കൊരു 2 മിനിറ്റ് പോലും മാറാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഇടിച്ച് വീഴുമെന്നുള്ളത് ഉറപ്പാണ്. എന്താണെങ്കിലും സംഭവം ആൾക്ക് ഇഷ്ടപ്പെട്ടു. അതിലിരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങ് നടക്കാനൊന്നും പഠിച്ചില്ല. ഇരുത്തിയപ്പോൾ തന്നെ ബാക്കിയോട്ട് അങ്ങ് പോയി. നമ്മൾ പിന്നെ ഉന്തിക്കൊണ്ടൊക്കെ നടക്കുമ്പോൾ ആൾക്ക് ഇഷ്ടമാണ്. നടക്കാനൊന്നും പഠിച്ചില്ല. അതുകൊണ്ടൊന്നും ഇരുത്തിയതല്ലേ ഉള്ളൂ. ഇന്നലെയാണ് കൊണ്ടുവന്നത് കേട്ടോ. എന്താണേലും മുത്തുമണിക്ക് സംഭവം ഇഷ്ടമായി. നടക്കാൻ പഠിച്ചില്ല എങ്കിലും നമ്മുടെയൊക്കെ മേത്ത് പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കലൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. നടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഇരിക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും നമ്മുടെ മേത്ത് പിടിച്ചിട്ട് എഴുന്നേക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളിലൊക്കെ പിടിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കാനും സ്റ്റെപ്പ് വെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വാക്കറയിലും കൂടെ ആകുമ്പം കുറച്ചുകൂടി എളുപ്പമാകും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണെന്ന് അറിയത്തില്ല. എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലുമൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയണം കേട്ടോ. എന്താണ് നമ്മുടെ പാവക്കുട്ടിയെ മുത്തുമണിക്ക് ഇഷ്ടപ്പെട്ടു. പാവക്കുട്ടിയെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനോട് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് കിട്ടിയപ്പോൾ തന്നെ അതിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ പാവക്കുട്ടിക്ക് ഉമ്മ കൊടുക്കണോണ്ട് വലിയേട്ടന് സങ്കടം വന്നു. ആ ഉമ്മ ഞാൻ വാങ്ങിച്ചോളാം എന്നും പറഞ്ഞിട്ട് പാവക്കുട്ടി എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ വലിയേട്ടൻ ഉമ്മ വാങ്ങിക്കാൻ വേണ്ടി പോകണമാണ് കേട്ടോ. എന്താണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. താങ്ക് യു.